ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പുസ്തകത്തിനും പാഠ്യപദ്ധതികൾക്കും അതീതമായി നല്ലൊരു പാഠം മറ്റുള്ളവർക്കു കൂടി പകർന്നുകൊടുക്കുകയാണ് വിദ്യാർത്ഥികൾ. ആരോഗ്യമുള്ള ശരീരത്തിന് വിഷരഹിത ഭക്ഷണമെന്ന ഉദ്ബോധനത്തോടെ ജൈവകൃഷി ഉൽപ്പന്നങ്ങളുടെ ഭക്ഷ്യമേളയൊരുക്കി പന്തലായനെ BRCക്ക് കീഴിലെ വിദ്യാർത്ഥികൾ ശ്രദ്ധേയരായി. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ചട്ടങ്ങൾ ലംഘിച്ച് ഉദ്യോഗസ്ഥർ പെരുമാറരുതെന്നും ആരുടെയും ആക്ഷേപത്തിന് വഴിയൊരുക്കരുതെന്നും നോർത്ത് സോൺ ADGP നിതിൻ അഗർവാൾ IPS. ജപ്തി നടപടികൾ നിർത്തിവെക്കണമെന്ന ആവശ്യവുമായി അംബേദ്കർ ജനപരിഷത്തിന്റെ ഉരുളൽ സമരവും ജില്ലാ സഹകരണ ബാങ്ക് ആസ്ഥാനത്തേക്ക് മാർച്ചും. മതനിരപേക്ഷ കൂട്ടായ്മകളെ തകർക്കാനുള്ള മുസ്ലിം ലീഗ് നീക്കത്തെ ഒറ്റക്കെട്ടായി ചെറുക്കണമെന്ന് നാഷണൽ സെക്യുലർ കോൺഫറൻസ് നേതൃത്വം. വാർത്തകൾ വിശദമായി. ചട്ടങ്ങൾ ലംഘിച്ച് ഉദ്യോഗസ്ഥർ പെരുമാറരുതെന്നും ആരുടെയും ആക്ഷേപത്തിന് വഴിയൊരുക്കരുതെന്നും നോർത്ത് സോൺ ADGP നിതിൻ അഗർവാൾ IPS. സിറ്റി പോലീസ് അസോസിയേഷൻ 33ാം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള പോലീസ് അസോസിയേഷൻ കോഴിക്കോട് സിറ്റി 33ാം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനം ടൌൺ ഹാളിൽ നടന്നു. ചടങ്ങ് നോർത്ത് സോൺ ADGP നിതിൻ അഗർവാൾ IPS ഉദ്ഘാടനം ചെയ്തു. ചട്ടങ്ങൾ ലംഘിച്ച് ഉദ്യോഗസ്ഥർ പെരുമാറരുതെന്നും ആരുടെയും ആക്ഷേപത്തിന് വഴിയൊരുക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. വിമർശിച്ച് പറയാൻ പാടില്ല. കേസിൽ സംതൃപ്തിയില്ലെങ്കിലും വിമർശനത്തിന് വിധേയമാക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസുകാരുടെ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് സർക്കാരിന്റെ 70 കോടി രൂപ സഹായം ലഭ്യമായിട്ടുണ്ട്. സർക്കാർ ഇത് അനുചിതമായല്ല, മറിച്ച് ആവശ്യമായാണ് പരിഗണിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പോലീസുകാരുടെ ഇൻഷുറൻസിന്റെ പദ്ധതി ശരിയായി വന്നിട്ടുണ്ട്. അതിന് സർക്കാർ 70 കോടി രൂപ ബജറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ കാര്യങ്ങളാണ് അസോസിയേഷൻ നേരത്തെ തന്നെ എടുക്കേണ്ടത്. ടൌൺ ഹാളിൽ നടന്ന പരിപാടിയിൽ KPA ജില്ലാ പ്രസിഡന്റ് C വിനായകൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പോലീസ് മേധാവി ഉമ IPS, കൺട്രോൾ റൂം ACP M സുബൈർ, N ഗിരീഷ്, പ്രകാശൻ പാറോളി, PC പുരുഷോത്തമൻ, P രാജേഷ്, T അബ്ദുള്ളക്കോയ, ശരത് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രമേയവും ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടുകളും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പട്ടികജാതി വർഗ്ഗജനതയുടെ വായ്പകൾ ഉപാധികൾ കൂടാതെ എഴുതിത്തള്ളുക, ജപ്തി നടപടികൾ നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അംബേദ്കർ ജനപരിഷത്ത് ഉരുളൽ സമരവും മാർച്ചും സംഘടിപ്പിച്ചു. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് ആസ്ഥാനത്തേക്ക് നടന്ന സമരത്തിന് സംസ്ഥാന പ്രസിഡന്റ് രാംദാസ് വേങ്ങേരി നേതൃത്വം നൽകി. വർഷങ്ങളായി തങ്ങൾ അനുഭവിക്കുന്ന യാതനകൾക്ക് ഇനിയെങ്കിലും അധികാരികൾ നടപടിയെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് അംബേദ്കർ ജനപരിഷത്ത് വ്യത്യസ്തമായ സമരവുമായി എത്തിയത്. മാനാഞ്ചിറ BSNL ഓഫീസിൽ നിന്നും ഉരുളൽ സമരം നടത്തിയാണ് പ്രവർത്തകർ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത്. പട്ടികജാതി വർഗ്ഗ ജനതയുടെ വായ്പകൾ ഉപാധികൾ കൂടാതെ എഴുതിത്തള്ളുക, ജപ്തി നടപടികൾ നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് AJP സംസ്ഥാന പ്രസിഡന്റ് രാംദാസ് വേങ്ങേരിയുടെ നേതൃത്വത്തിൽ ഉരുളൽ സമരവും മാർച്ചും നടത്തിയത്. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ആവശ്യങ്ങൾക്കു വേണ്ടിയാണ് പട്ടികജാതിക്കാർ തങ്ങളുടെ പേരിലുള്ള തുച്ഛമായ ഭൂമിയുടെ ആധാരം പണയപ്പെടുത്തി ബാങ്കിൽ നിന്നും വായ്പയെടുത്തത്. എന്നാൽ തൊഴിലില്ലായ്മയും സാധനങ്ങളുടെ വിലവർദ്ധനവും കാരണം ബാങ്കുകളുടെ കൊള്ളപ്പലിശ കൊണ്ട് വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയായി. പ്രശ്നപരിഹാരത്തിന് നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികളെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ പട്ടികജാതിക്കാരുടെ വായ്പ എഴുതിത്തള്ളണമെന്നും സഹകരണ ബാങ്ക് അധികാരികളുടെ ഭീഷണി അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് സമരം സംഘടിപ്പിച്ചത്. സഹകരണ ബാങ്ക് ആസ്ഥാനത്തേക്ക് നടന്ന ഉരുളൽ സമരത്തിനും മാർച്ചിനും VM ചന്ദ്രിക അജേഷ്, TV ബാലൻ, ദാസ് കോഴഞ്ചേരി, രാജേഷ് കുമാർ മൊകവൂർ, സുരേഷ് കുരുവട്ടൂർ, ഭാസ്കരൻ, KV കീരൻ, P വേലായുധൻ, KP മാനുക്കുട്ടൻ, വിജയൻ, രാമൻ കുറിയേടം, KK വേലായുധൻ, അഭിലാഷ് ബദിരൂർ, പ്രിയ കട്ടകങ്ങൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്വാദും ഔഷധഗുണമുള്ളതുമായ ഭക്ഷ്യവിഭവങ്ങൾ ഒരുക്കി ഒരു മത്സരം.
പന്തലായനെ BRCക്ക് കീഴിലെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുരുന്നുകളാണ് ജൈവ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഭക്ഷ്യവിഭവങ്ങൾ ഒരുക്കിയത്. ജൈവ കൃഷിക്കും ജൈവ ഉൽപ്പന്നങ്ങൾക്കും ഇന്ന് പ്രചാരമേറി വരികയാണ്. ആരോഗ്യമുള്ള ശരീരത്തിന് വിഷരഹിതമായ പച്ചക്കറി ഉത്തമമാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ്. ഈ തിരിച്ചറിവിൽ നിന്നാണ് പാഠപുസ്തകത്തിന് പുറത്തുനിന്നുള്ള ഒരു പാഠം ഒരുപറ്റം കൂട്ടുകാർ പ്രാവർത്തികമാക്കിയത്. ജൈവ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ച് ഒരു ഭക്ഷ്യമേളയാണ് ഇവർ ഒരുക്കിയത്. പന്തലായനി BRCക്ക് കീഴിലെ 20ഓളം വിദ്യാലയങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളാണ് വിവിധ ഭക്ഷ്യവിഭവങ്ങൾ ഒരുക്കി മത്സരിച്ചത്. കൂവപ്പൊടിയിൽ ശർക്കരയും തേങ്ങാപ്പാലും നന്നായി കുറുക്കിയെടുത്ത് താൻ തയ്യാറാക്കിയ വിഭവത്തെക്കുറിച്ച് ചേമഞ്ചേരി UPയിലെ ശ്രേയ ML. കൂവപ്പൊടിയിൽ ശർക്കര ചെറുകിയത്, പിന്നെ തേങ്ങാപ്പാല് അതിട്ടിട്ട് നന്നായിട്ട് കുറുക്കിയെടുത്തതാണ്. അതുപോലെ തന്നെ ഇതും പനവരകിയത്, പിന്നെ വാഴക്കൂമ്പിൻ്റെ കട്ട്ലറ്റ്, ബീട്രൂട്ടിൻ്റെ ചമ്മന്തി, ഇത് ചീരയില ഗോതമ്പ് പത്തിരിയാണ്. ഇത് 3 ഡ്രിങ്ക്, തേങ്ങാപ്പാലിൻ്റെ ഒരു ഡ്രിങ്ക്, പിന്നെ ഇത് പച്ചമാങ്ങൻ്റെ ഒരു ഡ്രിങ്ക്, ഇത് നെല്ലിക്കേൻ്റെ. പിലിമ്പി പച്ചടി, വാഴപ്പിണ്ടി കട്ട്ലറ്റ്, കിഴങ്ങ് പുഴുക്ക്, കൂവപ്പൊടിയപ്പം, ഉണ്ണിയപ്പം, ഗോതമ്പട, ബാർലിപ്പുട്ട്, വിവിധതരം പായസങ്ങൾ എന്നിവയെല്ലാം മത്സര വിഭവങ്ങളായെത്തി. ഭക്ഷ്യവിഭാഗത്തിലെ വിദഗ്ധരാണ് വിധികർത്താക്കളായി എത്തിയത്. കൂവപ്പൊടി പത്തിരിയും അപ്പവും ഉണ്ടാക്കിയ CKG ചിങ്ങപുരത്തിലെ മിടുക്കികളായ പാചകറാണിമാരാണ് വാശിയേറിയ മത്സരത്തിൽ 1ാം സ്ഥാനത്തെത്തിയത്. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. കോഴിക്കോട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ 30ാം ബാച്ചിന്റെ ബിരുദദാന ചടങ്ങ് തൃശൂർ ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ MKC നായർ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ KM പൊന്നമ്മ വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോഴിക്കോട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ 30ാം ബാച്ച് BSc നഴ്സിംഗ് ബിരുദ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് തൃശൂർ ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ MKC നായരുടെ സാന്നിധ്യത്തിൽ നടന്നു. Committed to my care and help them to develop and from any activities that will harm my personal and professional dignity as a nurse. തിരുവനന്തപുരം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ പ്രൊഫസർ L. നിർമ്മല മുഖ്യാതിഥിയായിരുന്നു. കോഴിക്കോട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ പൊന്നമ്മ KM വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രതാപ് സോമനാഥ്, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ശ്രീജയൻ MP, നഴ്സിംഗ് ഓഫീസർ ES ഗിരിജ, മാതൃശിശു സംരക്ഷണ ആശുപത്രി നഴ്സിംഗ് ഓഫീസർ ഗീതാമണി KN, കോഴിക്കോട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് PTA പ്രസിഡന്റ് ജനാർദ്ദനൻ MP എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ കോഴിക്കോട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഗീതാകുമാരി VP സ്വാഗതവും അസിസ്റ്റന്റ് പ്രൊഫസർ ബബിത EK നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരഞ്ഞെടുപ്പ് ആസന്ന വേളയിൽ RSSനെ കൂട്ടുപിടിച്ച് മതനിരപേക്ഷ കൂട്ടായ്മകളെ തകർക്കാനുള്ള മുസ്ലിം ലീഗ് നീക്കത്തെ ഒറ്റക്കെട്ടായി ചെറുക്കണമെന്ന് നാഷണൽ സെക്യുലർ കോൺഫറൻസ് നേതൃത്വം. 1991 വടകര ബേപ്പൂർ മോഡൽ ആവർത്തനത്തിന്റെ തുടക്കമാണ് കോഴിക്കോട് ലീഗ് ഹൌസിൽ നടന്ന RSS ലീഗ് രഹസ്യയോഗമെന്നും അവർ ആരോപിച്ചു. കാശ്മീർ മുതൽ മംഗലാപുരം വരെ ഭീകരത പരത്തുന്ന ഫാസിസത്തിന് ഇവിടെ നിവർന്നു നിൽക്കാൻ കഴിയാത്തത് ഇടതുപക്ഷത്തിന്റെ ശക്തമായ സ്വാധീനം കൊണ്ട് മാത്രമാണെന്ന് NSC നേതാക്കൾ പറഞ്ഞു. മുസ്ലിം ലീഗും RSSും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന് 1/4 നൂറ്റാണ്ടിന്റെ ചരിത്രമുണ്ട്. CPMനെ വേട്ടയാടുക എന്നതാണ് ഇവരുടെ ലക്ഷ്യമെന്നും 91 ആവർത്തനമാണ് ലീഗ് ഹൌസിൽ ചേർന്ന യോഗമെന്നും അവർ കുറ്റപ്പെടുത്തി. RSSനെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞ CHന്റെ സ്മാരക മന്ദിരത്തിൽ രഹസ്യയോഗം ചേർന്നത് നന്ദികേടാണെന്നും നേതാക്കൾ പറഞ്ഞു. ബഹറിൻ, അതായത് സമുദ്രത്തിൽ മുസല്ലയിട്ട് പായ വിരിച്ച് നിങ്ങൾ നമസ്കരിച്ചാലും RSSനെ വിശ്വസിക്കരുതെന്ന് സ്വന്തം അനുയായികളെ പഠിപ്പിച്ച CH മുഹമ്മദ് കോയ സാഹിബിന്റെ സ്മാരക മന്ദിരത്തിൽ തന്നെ RSSകാരന് പരവതാനി വിരിച്ച ലീഗ് നേതൃത്വത്തിന്റെ നിലപാട് ശുദ്ധ വഞ്ചനയും ചരിത്രത്തോടുള്ള നന്ദികേടുമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. മനോജ് ശുക്കൂർ വധക്കേസുകളിൽ CPM നേതാക്കളെ വേട്ടയാടുന്നത് ലീഗ് RSS രഹസ്യയോഗ തീരുമാനപ്രകാരമാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടണമെന്നും എന്നാൽ അത് രാഷ്ട്രീയ പ്രേരണയാൽ മുൻവിധിയോടെ ആകരുതെന്നും കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നാഷണൽ സെക്യുലർ കോൺഫറൻസ് ഭാരവാഹികൾ പറഞ്ഞു. വാർത്തകളിൽ ഒരിടവേള. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart.
Chemanur. Bobby Chemanur International Jewelers. വരൂ വരൂ. എന്താ വേണ്ടത് മാഡം? ബാംഗിൾസ് ഒന്ന് നോക്കണം. ഓ പിന്നെന്താ, നിറയെ. പഴയ കടയാ, എല്ലാ ഡിസൈൻസും ഇവിടെ ഉണ്ടാവും. ഇത് നോക്ക. കുറച്ചുകൂടെ ബെറ്റർ. ഓ പിന്നെന്താ. എനിത്തിങ് ട്രെൻഡി ആൻഡ് മോഡേൺ? ഓ ഉണ്ടല്ലോ, ആയിരക്കണക്കിന്. അതെ, ഇവിടെ അല്ല, മലബാർ ഗോൾഡൻ ഡയമണ്ടില്. അഴകേറും ആയിരക്കണക്കിന് വളകളുടെ ഉത്സവം. ബ്രൈഡൽ വെയർ, പാർട്ടി വെയർ, ഡെയിലി വെയർ ഡിസൈനുകൾ. ഗ്രാമിന് 100 രൂപ എക്സ്ചേഞ്ച് ഓഫർ. അഡ്വാൻസ് ബുക്കിംഗിന് പ്രത്യേക ആനുകൂല്യങ്ങൾ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ മാത്രം. വാർത്തകൾ തുടരുന്നു. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിനു കീഴിലുള്ള ശ്രീനാരായണ സെന്റിനറി ഹാളിൽ പുതുതായി നിർമ്മിച്ച ലിഫ്റ്റിന്റെ ഉദ്ഘാടന കർമ്മം ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം പ്രസിഡന്റ് PV ചന്ദ്രൻ നിർവഹിച്ചു. 12 ലക്ഷം മുതൽ മുടക്കിലാണ് ലിഫ്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ശ്രീനാരായണ സെന്റിനറി ഹാളിൽ പുതുതായി നിർമ്മിച്ച ലിഫ്റ്റിന്റെ ഉദ്ഘാടന കർമ്മം ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം പ്രസിഡന്റ് കൂടിയായ മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ നിർവഹിച്ചു. 12 ലക്ഷം മുതൽ മുടക്കിലാണ് ലിഫ്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രായാധിക്യം ചെന്നവർക്കായി 2 വീൽ ചെയറുകളും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രയോഗം വൈസ് പ്രസിഡന്റ് V സുന്ദർദാസ്, ജനറൽ സെക്രട്ടറി E അനിരുദ്ധൻ, ജോയിന്റ് സെക്രട്ടറി E സുരേഷ് ബാബു, ട്രഷറർ KV അരുൺകുമാർ, യോഗം മുൻ ഭാരവാഹികളായിരുന്ന കുന്നത്ത് ബാലകൃഷ്ണൻ, കോളിയോട് ചോയ്ക്കുട്ടി തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിരവധി തൊഴിലവസരങ്ങളുമായി തൊഴിൽ വകുപ്പിന്റെ മെഗാ ജോബ് ഫെസ്റ്റ് നിയുക്തി 2016 മീഞ്ചന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കും. +2 ആണ് അടിസ്ഥാന യോഗ്യത. 75ഓളം തൊഴിൽദായകർ മേളയിൽ പങ്കെടുക്കും. കേരളത്തിലെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാനുള്ള പരിശ്രമത്തിൽ നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് കേരളം കുതിച്ചുചാട്ടത്തിനൊരുങ്ങുന്നു. എല്ലാവർക്കും സർക്കാർ മേഖലയിൽ തൊഴിലവസരം അസാധ്യമായതിനാൽ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് സ്വകാര്യ മേഖലയിൽ മികച്ച അവസരം നേടിക്കൊടുക്കാൻ നിയുക്തി 2016 എന്ന മെഗാ ജോബ് ഫെസ്റ്റ് സംഘടിപ്പിക്കുകയാണെന്ന് തൊഴിൽ വകുപ്പ് അധികൃതർ പറഞ്ഞു. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തൊഴിലന്വേഷകർക്കായി ഫെബ്രുവരി 13 കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തൊഴിൽ മേളയ്ക്ക് വേദിയാകും. www.jobfestkerala.com എന്ന വെബ്സൈറ്റിലൂടെയാണ് രജിസ്ട്രേഷൻ. ഒരു ഉദ്യോഗാർത്ഥിക്ക് കുറഞ്ഞത് 3 അഭിമുഖങ്ങളിൽ പങ്കെടുക്കാമെന്നതും തെരഞ്ഞെടുക്കപ്പെട്ടാൽ അന്നുതന്നെയുള്ള നിയമനവും മേളയുടെ പ്രത്യേകതയാണ്. 75ഓളം തൊഴിൽദായകർ പങ്കെടുക്കും. കോഴിക്കോട് MP MK രാഘവൻ അധ്യക്ഷനായ ചടങ്ങിൽ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മുനീർ തൊഴിൽമേള ഉദ്ഘാടനം ചെയ്യുമെന്നും അധികൃതർ പറഞ്ഞു. നമ്മൾ ഏതു പദവിയിൽ ഇരിക്കുന്നു എന്നതല്ല, എങ്ങനെ പെരുമാറുന്നു എന്നതാണ് പ്രധാനമെന്ന് ഓസ്കാർ പുരസ്കാര ജേതാവ് റസൂൽ പൂക്കുട്ടി. എഴുത്തുകാരനും പൊതുപ്രവർത്തകനുമായിരുന്ന NK തളിക്കുളത്തെപ്പറ്റി വേലായുധൻ പണിക്കശ്ശേരി രചിച്ച ജീവചരിത്ര ഗ്രന്ഥം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ശക്തനായ വക്താവും എഴുത്തുകാരനും പൊതുപ്രവർത്തകനുമായിരുന്ന NK തളിക്കുളത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി വേലായുധൻ പണിക്കശ്ശേരി രചിച്ച പുസ്തകമാണ് NK തളിക്കുളം അറിവിന്റെ കനിവിന്റെ ഉറവിടം. ഏങ്ങണ്ടിയൂരിൽ നടന്ന ചടങ്ങിൽ പ്രകൃതിയുടെ താളഭേദങ്ങളെ അഭ്രപാളികളിലേക്ക് ആവാഹിച്ച ഓസ്കാർ പുരസ്കാര ജേതാവ് കൂടിയായ റസൂൽ പൂക്കുട്ടി പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. നമ്മൾ ഏത് നിലയിലിരിക്കുന്നു എന്നതല്ല, എങ്ങനെ പെരുമാറുന്നു എന്നതാണ് പ്രധാനമെന്ന് ചടങ്ങിൽ റസൂൽ പൂക്കുട്ടി പറഞ്ഞു. നമ്മൾ ജീവിതത്തിൽ എത്രയോ വലിയ കലാകാരനായിരിക്കാം, തത്വജ്ഞാനിയായിരിക്കാം, അല്ലെങ്കിൽ വലിയ സാംസ്കാരിക നേതാവായിരിക്കാം, രാഷ്ട്രത്തലവനായിരിക്കാം. പക്ഷെ നല്ലൊരു മകനാകുക, നല്ലൊരു അച്ഛനാകുക, നല്ലൊരു പിതാവാകുക, നല്ലൊരു സഹോദരനാകുക, ഇതാണ് നമ്മുടെ ആദ്യത്തെ ദൗത്യം. പ്രസംഗത്തിനിടെ പലതവണ റസൂൽ പൂക്കുട്ടി തന്റെ കുടുംബത്തെയോർത്ത് വികാരാധീനനായി. വല്യപ്പ നൽകിയ പറമ്പിൽ കുടിൽകെട്ടി കൃഷി ചെയ്താണ് ഉമ്മ മക്കളായ തങ്ങളെ വളർത്തിയതെന്ന് പൂക്കുട്ടി സ്നേഹവായ്പോടെ അനുസ്മരിച്ചു. ഉമ്മയുടെ ബാപ്പ ഉമ്മയ്ക്ക് കൊടുത്ത 7 ഏക്കർ വസ്തുവകളുണ്ട്. അവിടെ പോയി ഒരു കുടിൽ നട്ടു. ആ കുടിലാണ് ഞാൻ ജനിച്ചത്. എനിക്ക് മുന്നേ ഉള്ള 3-4 മക്കൾ ജനിച്ചത് ഇവിടെയാണ്. അവിടെ കൃഷി ചെയ്താണ്
എൻ്റെ ഉമ്മ ഞങ്ങളെയൊക്കെ വളർത്തിയത്. താലിമാലയ്ക്കൊപ്പം ഉമ്മയുടെ 2 ആട്ടിൻകുട്ടികളെ കൂടി വിറ്റാണ് വാപ്പ ആദ്യമായി വാഹനം വാങ്ങിയത്. കൃഷിയും കന്നുകാലികളും നമ്മുടെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നതായും പൂക്കുട്ടി വിശദീകരിച്ചു. ചടങ്ങിൽ ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KV അശോകൻ അധ്യക്ഷനായിരുന്നു. മാതൃഭൂമി ന്യൂസ് പ്രോഗ്രാം ഹെഡ് MP സുരേന്ദ്രൻ പുസ്തകം പരിചയപ്പെടുത്തി. TR ചന്ദ്രദത്ത് NK തളിക്കുളത്തെ അനുസ്മരിച്ചു. NK തളിക്കുളത്തിന്റെ മകൻ NK ഭൂപേഷ് ബാബു, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വ്യാപാര രംഗത്തെ പ്രമുഖരായ CH ഇബ്രാഹിംകുട്ടി, MV കുഞ്ഞാമു, ആറ്റക്കോയ പള്ളിക്കണ്ടി, MN ഗുണവർദ്ധൻ, പ്രൊഫസർ KU അരുൺ, EA രാജേന്ദ്രൻ, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നൃത്തസന്ധ്യയും നടന്നു. അസംഘടിത മേഖല തൊഴിലാളി യൂണിയൻ AMTUവിന് ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ ലഭിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു. ഒരു സ്ത്രീപക്ഷ തൊഴിലാളി സംഘടന ആയതുകൊണ്ട് മാത്രം അംഗീകരിക്കാൻ വൈമനസ്യം പ്രകടിപ്പിച്ചവർ പിന്നീട് രജിസ്ട്രേഷൻ അനുവദിക്കുകയായിരുന്നുവെന്നും ഇവർ വ്യക്തമാക്കി. അംഗീകാരമില്ലാത്തതുകൊണ്ട് AMTUവിലെ അംഗങ്ങൾക്ക് തൊഴിൽപരമായ കാര്യങ്ങളിൽ പരാതി പറയാൻ പോലും പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നുവെന്ന് P. വിജി, മായാദേവി എന്നിവർ പറഞ്ഞു. മിഠായി തെരുവിലെ പെൺകൂട്ട് എന്ന തൊഴിലാളി കൂട്ടായ്മയിലൂടെ രൂപം കൊണ്ട സംഘടനയെ ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്ന നിലപാടിലായിരുന്നു അധികാരികൾ. നിയമപരമായ ഇടപെടലുകളിലൂടെയും പ്രതിഷേധത്തിലൂടെയുമാണ് ഇപ്പോൾ ലേബർ വകുപ്പ് രജിസ്ട്രേഷൻ അനുവദിച്ചത്. 2016 ജനുവരി 29 സർട്ടിഫിക്കറ്റ് കൈപ്പറ്റി. 6000-ഓളം അംഗങ്ങളുമായി സംഘടന ഇപ്പോൾ വളരെ ശക്തമാണ്. മൂത്രപ്പുര സമരം, കൂപ്പൺ മാൾ സമരം, കോർപ്പറേഷൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓർഗനൈസർമാരുടെ സമരം, തൃശൂർ കല്യാൺ സാരീസ് ഇരിക്കൽ സമരം തുടങ്ങി നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘടന ഇനിയും അംഗീകാരത്തിന്റെ ബലത്തോടെ ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജില്ലാ സഹകരണ ആശുപത്രിയിൽ ഓഹരി അധിഷ്ഠിത ചികിത്സാ പദ്ധതി നടപ്പാക്കുന്നു. ഓഹരി ഉടമകൾക്ക് ചികിത്സാ ഇളവ് നൽകുന്ന പദ്ധതി മാർച്ച് 1 നിലവിൽ വരുമെന്ന് ഭാരവാഹികളായ M. ഭാസ്കരൻ, AV സന്തോഷ് കുമാർ എന്നിവർ അറിയിച്ചു. 1 ലക്ഷത്തിന്റെയും അതിനു മുകളിലുള്ള തുകയുടെയും ഓഹരി ഉടമകൾക്കായാണ് പദ്ധതി ഒരുക്കിയിട്ടുള്ളത്. 1 ലക്ഷത്തിന്റെ ഓഹരി ഉടമകൾക്ക് പ്രതിവർഷം 40,000 രൂപയുടെ ഇളവ് ലഭിക്കും. 2-3 ലക്ഷം രൂപയുടെ ഓഹരി ഉടമകൾക്ക് 80,000, 1,20,000 എന്നിങ്ങനെയാണ് ഇളവുകൾ. പദ്ധതി അനുസരിച്ച് ഓഹരി ഉടമയ്ക്ക് വർഷത്തിൽ എല്ലാ ദിവസവും ജനറൽ OPയിലെ ഡോക്ടറെ ഫീസില്ലാതെ കാണാം. ലബോറട്ടറി, എക്സ്റേ, ECG, അൾട്രാസൌണ്ട് സ്കാനിംഗ് തുടങ്ങിയവയിൽ 10% കിഴിവും ലഭിക്കും. സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലെ സ്ഥിരം ഡോക്ടർമാരെ വർഷത്തിൽ 5 തവണ സൌജന്യമായി കാണാം. നിലവിൽ ആശുപത്രിയിൽ ജനറൽ OPയിൽ 30 രൂപയാണ് ഫീസ്. ഡയാലിസിസ്, ഓങ്കോളജി വിഭാഗത്തിലും വളരെ ചുരുങ്ങിയ ഫീസാണ് വാങ്ങുന്നത്. ജനറൽ വാർഡിൽ പ്രവേശിക്കുന്നവർക്ക് പ്രത്യേക ഇളവുകൾ നൽകുന്നുണ്ടെന്നും ഇവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പച്ചക്കറി കൃഷിയിൽ വിജയം കൊയ്ത് തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് മുന്നേറുന്നു. ഈ വർഷത്തെ വേനൽക്കാല പച്ചക്കറി വിളവെടുപ്പ് ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രകാശൻ മാസ്റ്റർ നിർവഹിച്ചു. മഴക്കാല പച്ചക്കറി കൃഷി ഈ പഞ്ചായത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. പറപ്പാറ, ചെറുകാരാടുമല തുടങ്ങിയ സ്ഥലങ്ങളിലെ 30 ഏക്കറോളം സ്ഥലത്താണ് മഴക്കാല പച്ചക്കറി കൃഷി ചെയ്യുന്നത്. തലക്കുളത്തൂരിന്റെ സ്വന്തം ഇനമായ നാടൻ കക്കിരിയാണ് ഈ സമയത്തെ പ്രധാന വിളയെങ്കിലും മത്തൻ, ഇളവൻ, വെള്ളരി, പയർ, വെണ്ട എന്നിവയും 100 മേനി വിളയിക്കുന്നു. കീടനാശിനിയുടെ ഉപയോഗമില്ലാത്ത രാസവളങ്ങൾ പരമാവധി കുറച്ച് സുരക്ഷിതമായി കഴിക്കാവുന്ന പച്ചക്കറികളാണ് ഇവിടെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നത്. കൃഷിവകുപ്പിന്റെ കീഴിൽ തലക്കുളത്തൂർ പഞ്ചായത്ത് സ്ഥാപിച്ച A ഗ്രേഡ് പച്ചക്കറി സംഭരണ വിപണന സമിതിയിലൂടെയാണ് ഇതെല്ലാം സാധ്യമാകുന്നത്. വിവിധ ക്ലസ്റ്ററുകളായാണ് കൃഷി. 272ഓളം കർഷകർ അംഗങ്ങളായ സമിതിയുടെ മേൽനോട്ടം 15 പേരടങ്ങുന്ന കമ്മിറ്റിക്കാണ്. കഴിഞ്ഞ വർഷം 96 ടൺ പച്ചക്കറിയാണ് വിറ്റഴിച്ചത്. വേനൽ, ശീതകാല, മഴക്കാല പച്ചക്കറി കൃഷികളിൽ നിന്നായി ഈ വർഷം 300 ടണ്ണിന്റെ വിപണനമാണ് സമിതിയിലൂടെ മാത്രം ലക്ഷ്യമിടുന്നത്. സാധാരണ മാർക്കറ്റുകളിലേക്ക് നൽകുന്നതുകൂടാതെ വേങ്ങേരി അഗ്രികൾച്ചറൽ ഹോൾസെയിൽ മാർക്കറ്റ്, മിൽമ എന്നിവയുമായും സമിതി സഹകരിക്കുന്നുണ്ട്. കൃഷിക്കും വിപണനത്തിനും പുറമെ ജൈവ ഫാർമസി, പച്ചക്കറി തൈ ഉൽപാദന യൂണിറ്റ്, മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് എന്നിവയും പഞ്ചായത്തിലുണ്ട്. ഈ വർഷത്തെ വേനൽക്കാല പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രകാശൻ മാസ്റ്റർ നിർവഹിച്ചു. കഴിഞ്ഞ വർഷം ജില്ലയിലെ മികച്ച 2ാമത്തെ കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട മമ്മദ് കുട്ടിക്ക് പച്ചക്കറി സമിതി നൽകിയ പച്ചക്കറി വിൽപ്പന വണ്ടിയുടെ ഉദ്ഘാടനവും നടന്നു. കർഷക സമിതി അംഗങ്ങൾ, വാർഡ് മെമ്പർമാർ, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ പച്ചക്കറി കൃഷി ചെയ്യുന്നത് തൂണുമണ്ണിലെ വയലിലാണ്. 20 ഏക്കർ സ്ഥലത്ത് 40ഓളം കർഷകരാണ് ഇവിടെ കൃഷിയിറക്കുന്നത്. എടക്കര പാവയ്ക്ക് പുറമെ
മറ്റ് പച്ചക്കറികളും വിളവെടുക്കുന്നുണ്ട്. പടവലം, പയർ, മത്തൻ, ഇളവൻ, വെള്ളരി, വെണ്ട, ചീര, ചുരങ്ങ, വഴുതിന, പച്ചമുളക് എന്നിവയാണ് വേനൽക്കാലത്ത് വിളയുന്ന പച്ചക്കറികൾ. വാർത്തകളിൽ ഒരിടവേള കൂടി. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. വാർത്തകൾ തുടരുന്നു. കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷന്റെ 19ാം വാർഷിക കൺവെൻഷൻ ഈ മാസം 13-14 തീയതികളിൽ കോഴിക്കോട് താജ് ഗേറ്റ്വേയിൽ നടക്കും. DMRC മുഖ്യ ഉപദേഷ്ടാവും മാനേജ്മെന്റ് വിദഗ്ധനുമായ ഡോക്ടർ ഇ ശ്രീധരൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. പ്രൊഫഷണൽ മാനേജ്മെന്റ് രംഗത്തെ ദേശീയ സംഘടനയായ ഇന്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷനു കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ. CMAയുടെ 19ാമത് വാർഷിക മാനേജ്മെന്റ് കൺവെൻഷൻ ഫെബ്രുവരി 13-14 തീയതികളിൽ ഹോട്ടൽ താജ് ഗേറ്റ്വേയിൽ നടക്കുമെന്ന് സാരഥികൾ പറഞ്ഞു. സ്മാർട്ട് ആൻഡ് ഹാപ്പി കോഴിക്കോട് എന്നതാണ് ഈ വർഷത്തെ പ്രധാന ചർച്ചാ വിഷയം. DMRC മുഖ്യ ഉപദേഷ്ടാവും മാനേജ്മെന്റ് വിദഗ്ധനുമായ പത്മവിഭൂഷൺ ഡോക്ടർ ഇ ശ്രീധരൻ മുഖ്യ പ്രഭാഷണം നടത്തും. CMAയുടെ മാനേജ്മെന്റ് പ്രാഗൽഭ്യത്തിനുള്ള അവാർഡുകളും ഇതോടൊപ്പം വിതരണം ചെയ്യും. നടക്കാവ് ഹോളിക്രോസ് കോളേജിന്റെ വാർഷികം ഗസ്റ്റോ 2016 വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പൊതുപ്രവർത്തക കാഞ്ചനമാല വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നടക്കാവ് ഹോളിക്രോസ് കോളേജിന്റെ വാർഷികം ഗസ്റ്റോ 2016 വിവിധങ്ങളായ പരിപാടികളോടെ നടന്നു. കോളേജ് അങ്കണത്തിൽ വർണ്ണവേദിയിൽ ഒരുക്കിയ ചടങ്ങിൽ പൊതുപ്രവർത്തക കാഞ്ചനമാല ഉദ്ഘാടനം നിർവഹിച്ചു. അസിസ്റ്റന്റ് കളക്ടർ രോഹിത് മീണ മുഖ്യാതിഥിയായിരുന്നു. Yes, academics are really very important in the life, but I would not say that we just focus on academics. Move a bit away from that also. In all the Western countries, all the developed nations, academics is given nearly the equal weightage as they give to the extracurricular activities. പിന്നണി ഗായിക ശ്രേയ ജയദീപ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ബാംഗ്ലൂർ ഹോളിക്രോസ് പ്രൊവിഷ്യൻ സുപ്പീരിയർ റവറൻ ലിൻസി ചെറിയാൻ അധ്യക്ഷം വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ ഷൈനി ജോർജ്, കോളേജ് യൂണിയൻ ചെയർമാൻ ജിഷ്ണു ജെ, മാനേജർ റവറൻ മേഴ്സി ജോസ്, അശോകപുരം ഇൻഫന്റ് ജീസസ് ചർച്ച് വികാരി റവറൻ ഫാദർ വിൽസൺ മുത്താട്ടുകുന്നേൽ, പ്രൊഫസർ CM ഫിലിപ്പ്, ആഗ്നസ് കുര്യൻ, ജിതിൻ ജോസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. കേരള റിയൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ 5ാം ജില്ലാ സമ്മേളനം ഫെബ്രുവരി 16 കോഴിക്കോട് ടൌൺ ഹാളിൽ നടക്കും. മുല്ലപ്പള്ളി രാമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ വസ്തു കച്ചവട രംഗത്ത് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവരുടെ തൊഴിലാളി സംഘടനയാണ് കേരള റിയൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ മാന്യമായി തൊഴിലെടുത്ത് ജീവിക്കുന്ന അംഗങ്ങൾ മാത്രമുള്ള സംഘടന തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി പ്രയത്നിക്കുകയാണ്. സംഘടനയുടെ 5ാമത് ജില്ലാ സമ്മേളനം കോഴിക്കോട് ടൌൺ ഹാളിൽ ഫെബ്രുവരി 16 MP മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. തൊഴിൽ കാർഡ് നൽകുക, ക്ഷേമനിധി നടപ്പിലാക്കുക, രജിസ്ട്രേഷൻ സമയത്ത് അംഗീകൃത തൊഴിലാളികളെ മാത്രം സാക്ഷികളാക്കുക തുടങ്ങിയ സംഘടനയുടെ സുപ്രധാന ആവശ്യങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. പരിപാടിയിൽ PT റഹീം MLA മുഖ്യാതിഥിയാകുമെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടി പണം പിൻവലിക്കുന്നത് ട്രഷറി അധികൃതർ തടഞ്ഞതിനെ തുടർന്ന് UDF കൌൺസിലർമാർ ഫറൂഖ് സബ് ട്രഷറി ഓഫീസ് ഉപരോധിച്ചു. ഏറെ നേരത്തെ സംഘർഷാവസ്ഥയ്ക്കൊടുവിൽ പണം അനുവദിക്കാമെന്ന ഉറപ്പിനെ തുടർന്നാണ് കൌൺസിലർമാർ ഉപരോധ സമരം അവസാനിപ്പിച്ചത്. സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടി പണം പിൻവലിക്കുന്നത് ട്രഷറി അധികൃതർ അനുവദിക്കാതിരുന്നതോടെ നഗരസഭാ അധ്യക്ഷയുടെ നേതൃത്വത്തിൽ ഫറൂഖ് സബ് ട്രഷറി ഉപരോധിച്ചു. ബുധനാഴ്ച വൈകിട്ടാണ് ട്രഷറിക്ക് മുൻപിൽ നഗരസഭാ അധ്യക്ഷ T സുഹറാബിയുടെ നേതൃത്വത്തിൽ UDF ജനപ്രതിനിധികൾ പ്രതിഷേധമുയർത്തിയത്. നഗരസഭാ ഭരണസമിതി തീരുമാനപ്രകാരം ജപ്പാൻ ജലപദ്ധതി പ്രവൃത്തിക്ക് ജല അതോറിറ്റിയിൽ അടയ്ക്കാനുള്ള പണം പിൻവലിക്കാനെത്തിയപ്പോഴാണ് സാങ്കേതികത്വം പറഞ്ഞ് ഉദ്യോഗസ്ഥർ ഫണ്ട് അനുവദിക്കാതിരുന്നത്. തുടർന്നാണ് നഗരസഭാ അധ്യക്ഷയും കൌൺസിലർമാരുമെത്തി കവാടം ഉപരോധിച്ചത്. വിവരമറിഞ്ഞ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കൂടുതൽ UDF പ്രവർത്തകർ ട്രഷറിയിലേക്ക് എത്തിയത് സംഘർഷാവസ്ഥയുണ്ടാക്കി. SI വിപിൻ K വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ പോലീസും ട്രഷറിയിലെത്തി. ഒടുവിൽ ഉദ്യോഗസ്ഥർ ട്രഷറി ഡയറക്ടറുമായി ബന്ധപ്പെട്ടപ്പോൾ നഗരസഭാ സെക്രട്ടറിക്ക് തുക കൈമാറാനുള്ള അപേക്ഷ വാങ്ങി ഫണ്ട് അനുവദിക്കാൻ നിർദ്ദേശം ലഭിച്ചു. ഇതുപ്രകാരം പണം അനുവദിക്കാമെന്ന് അറിയിച്ചതോടെയാണ് കൌൺസിലർമാർ ഉപരോധം അവസാനിപ്പിച്ചത്. നഗരസഭാ ഉപാധ്യക്ഷൻ V മുഹമ്മദ് ഹസൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ P ആരിഫ്, M ബക്കീർ, സബീന മൻസൂർ, T നുസ്രത്ത്, കൌൺസിലർമാരായ മമ്മു വേങ്ങാട്ട്, K കുമാരൻ, KP അഷ്റഫ്,
കെ മൊയ്തീൻ കോയ, കെ ആയിഷ ബീവി തുടങ്ങിയവർ ഉപരോധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. ചെറുവണ്ണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും വാർഷികാഘോഷവും വെള്ളിയാഴ്ച നടക്കും. എളമരം കരീം MLA യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 2 കോടി ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബേപ്പൂർ നിയോജക മണ്ഡലം MLA എളമരം കരീമിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 2 കോടി രൂപ ചിലവഴിച്ചാണ് ചെറുവണ്ണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ഹൈസ്കൂൾ ഓഫീസ്, മിനി കോൺഫറൻസ് ഹാൾ, ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, ആധുനിക ഡിജിറ്റലൈസ്ഡ് ലൈബ്രറി, ശാസ്ത്രപോഷണി സയൻസ് ലബോറട്ടറി, 500 പേർക്കിരിക്കാവുന്ന ഓഡിറ്റോറിയം തുടങ്ങിയ സൌകര്യങ്ങളാണ് പുതിയ കെട്ടിടത്തിൽ ഒരുക്കുന്നത്. 1ാംഘട്ട ശിലാസ്ഥാപന കർമ്മവും സ്കൂളിന്റെ 85ാം വാർഷികാഘോഷവും വെള്ളിയാഴ്ച വൈകിട്ട് എളമരം കരീം MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിഷൻ 2020 എന്ന പദ്ധതിയിലൂടെ നിരവധി അക്കാദമിക രംഗത്തും ഭൌതിക രംഗത്തും ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നടത്തിവരുന്നുണ്ടെന്നും ഇവർ പറഞ്ഞു. കോർപ്പറേഷൻ സ്ഥിരം സമിതി ചെയർമാൻ PC രാജൻ, PTA പ്രസിഡന്റ് K മായിൻ, പ്രധാനാധ്യാപകൻ K പ്രേംദാസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസിന്റെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ചാവറയച്ചൻ കാരുണ്യത്തിന്റെ കർമ്മയോഗി എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. ചാവറ കൾച്ചറൽ സെന്റർ ഒരുക്കിയ പരിപാടിയിൽ ഡോക്ടർ V സുകുമാരൻ ചാവറ മുഖ്യപ്രഭാഷണം നടത്തി. ചാവറ കൾച്ചറൽ സെന്റർ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസിന്റെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ചാവറയച്ചൻ കാരുണ്യത്തിന്റെ കർമ്മയോഗി എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. ഡോക്ടർ V സുകുമാരൻ മുഖ്യ പ്രഭാഷണം നടത്തി. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കളെപ്പോലെ അറിയപ്പെടേണ്ട സാമൂഹിക പരിഷ്കർത്താവായിരുന്നു വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ക്രിസ്ത്യാനികളെ സംസ്കൃതം പഠിപ്പിക്കാനായി സംസ്കൃത വിദ്യാലയം തുടങ്ങുകയും സ്ത്രീ ശാക്തീകരണത്തിനായി പദ്ധതികൾ ആവിഷ്കരിക്കുകയും അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയും ചെയ്ത ചാവറയച്ചൻ എന്തുകൊണ്ട് സാമൂഹിക പരിഷ്കർത്താക്കളുടെ നിലയിലേക്ക് ഉയർന്നില്ലെന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. ചാവറയച്ചന്റെ വഴികളെല്ലാം കുരിശിന്റെ വഴികളായിരുന്നു. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വഴികളിലൂടെയാണ് അദ്ദേഹം സഞ്ചരിച്ചിരുന്നത്. തന്റെ ജീവിത ദർശനമെന്നത് തന്റെ ഉൾവിളിയുടെ ദർശനമാണെന്ന് ചാവറയച്ചൻ തിരിച്ചറിഞ്ഞിരുന്നു. സ്ത്രീകളുടെ ഉന്നമനത്തിനായും സ്ത്രീകളുടെ ശാക്തീകരണത്തിനായും അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ മാത്രം മതി അദ്ദേഹത്തിന്റെ മഹത്വം ബോധ്യപ്പെടാൻ. ഇതോടൊപ്പം സാഹിത്യത്തിനും തന്റേതായ സംഭാവനകൾ നൽകിയാണ് അദ്ദേഹം കടന്നുപോയത്. ഇത്ര വലിയ സംഭാവനകൾ അദ്ദേഹം മനുഷ്യരാശിക്ക് നൽകി എന്നുള്ളത് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും വലിയൊരു സമൂഹ പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം എന്നുള്ളത് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഫാദർ ജോർജ് പുഞ്ചായിൽ അധ്യക്ഷം വഹിച്ചു. ആന്റണി പുലിക്കോട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി. അഖില മലബാർ നാട്ടുവൈദ്യ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷന്റെ 17ാമത് സംസ്ഥാന സമഗ്ര ആരോഗ്യ സെമിനാർ ഫെബ്രുവരി 13, 14 തീയതികളിൽ നടക്കും. ശിക്ഷക് സദനിൽ A പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്യും. ആരോഗ്യമുള്ള സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിന് നാട്ടറിവുകളും പാരമ്പര്യ നാട്ടുചികിത്സകളും സംരക്ഷിക്കുന്നതിനായാണ് സെമിനാർ നടത്തുന്നതെന്ന് അഖില മലബാർ നാട്ടുവൈദ്യ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഇതോടനുബന്ധിച്ച് ജീവിതശൈലി രോഗങ്ങളും നമ്മുടെ ഭക്ഷ്യ സംസ്കാരവും എന്ന വിഷയത്തെ ആസ്പദമാക്കി പൊതുജനങ്ങൾക്കായി നടത്തിയ പ്രബന്ധ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നടത്തും. ഫെബ്രുവരി 13 ശിക്ഷക് സദനിൽ A പ്രദീപ് കുമാർ MLA പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 14 നാട്ടുവൈദ്യം ജനപ്രിയമാക്കുക എന്ന പദ്ധതി ഉദ്ഘാടനം മേയർ VKC മുഹമ്മദ് കോയയും അവാർഡ് ദാന ചടങ്ങ് കുടുംബ കോടതി റിട്ടയർഡ് ജഡ്ജ് N രാജഗോപാലും സമാപന സമ്മേളനം MK രാഘവൻ MPയും ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചട്ടങ്ങൾ ലംഘിച്ച് ഉദ്യോഗസ്ഥർ പെരുമാറരുതെന്നും ആരുടെയും ആക്ഷേപത്തിന് വഴിയൊരുക്കരുതെന്നും നോർത്ത് സോൺ ADGP നിതിൻ അഗർവാൾ IPS. ജപ്തി നടപടികൾ നിർത്തിവെക്കണമെന്ന ആവശ്യവുമായി അംബേദ്കർ ജനപരിഷത്തിന്റെ ഉരുളൽ സമരവും ജില്ലാ സഹകരണ ബാങ്ക് ആസ്ഥാനത്തേക്ക് മാർച്ചും. മതനിരപേക്ഷ കൂട്ടായ്മകളെ തകർക്കാനുള്ള മുസ്ലിം ലീഗ് നീക്കത്തെ ഒറ്റക്കെട്ടായി ചെറുക്കണമെന്ന് നാഷണൽ സെക്യുലർ കോൺഫറൻസ് നേതൃത്വം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.